ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ്, 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ഒന്നാമത്തെ ആ ഒരു ചോദ്യം വന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലിസൺ ആൻഡ് ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ടീച്ചർ ബിഗിൻസ് ആൻ ഇൻട്രാക്ഷൻ, ഷാൽ ഐ ടെൽ യു എ സ്റ്റോറി, ലിസൺ കെയർഫുള്ളി എന്നൊക്കെ ടീച്ചർ പറയും. ടീച്ചർ റൈറ്റ് ദ ഫോളോയിങ് സ്റ്റോറി, ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് ഹെൽപ്പിംഗ് അതേഴ്സ് അല്ലേ. വൺ ഡേ എ ലയൺ വാസ് വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ്. Suddenly he was caught in a hunter's net. The lion tried hard to escape, but he could not get out. A little mouse saw the lion. The lion looked sad and afraid. The mouse said, "Don't worry, I will help you." The mouse quickly cut the ropes of the net with its sharp teeth. Soon the net was broken. The lion escaped. The lion thanked the little mouse. He learned that even a small friend can give a great help. അല്ലേ, അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മളെ ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന സിംഹവും അതിനെ രക്ഷിക്കുന്ന എലിയും ഒക്കെ ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ താഴത്തെ കുറച്ച് ചോദ്യങ്ങളാണ് അതിന് ആൻസർ എഴുതുക. അപ്പോൾ ഹു ഗോട്ട് ട്രാപ്ഡ് ഇൻ ദ നെറ്റ് ആരായിരുന്നു? ലയൺ അല്ലേ. അപ്പോൾ ഡാഷ് സോ ദ ലയൺ ഇൻ ദ നെറ്റ് ആരായിരുന്നു കണ്ടത്? മൗസ് അല്ലേ. ഡോണ്ട് വറി ഐ വിൽ ഹെൽപ്പ് യു ആരാ പറഞ്ഞത്? അത് മൗസാ പറഞ്ഞത്. ദ സ്റ്റോറി ടെൽസ് അബൌട്ട് എന്തിനെ പറ്റിയിട്ട് അത് പറയുന്നത്? ഹെൽപ്പിംഗ് അതേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഓഫ് ടു ദ സ്റ്റോറി. നമുക്ക് എന്തെങ്കിലും ഒരു ദ ലയൺ ആൻഡ് ദ മൗസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ, മറന്നു പോകാനേ പാടില്ലേ. പിന്നെ ഈ 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി കാണണം. റെഡി. അപ്പോൾ അടുത്തത് റീഡ് ആൻഡ് റൈറ്റ് ആണ്. റീഡ് ദ പാസേജ് കെയർഫുള്ളി, ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എ ലിറ്റിൽ ബേർഡ് ലിവ്ഡ് ഇൻ എ ട്രീ. ഇറ്റ് ഹാഡ് എ സ്മോൾ നെസ്റ്റ് വിത്ത് 2 eggs. Every day the mother bird sat near the nest and watched her eggs. She dreamed of seeing her baby birds. She always sat on the eggs and kept the eggs safely. At last the eggs hatched and 2 teeny birds came out. The mother bird was very happy. What was in the nest? എന്തായിരുന്നു? Mother bird sat near the nest and എന്തായിരുന്നു? Find the word from the story which means a shelter for birds. അടുത്തത് ഷീ ഓൾവേസ് സാറ്റ് ഓൺ ദ എഗ്സ് ആൻഡ് എന്തായിരുന്നു? അറ്റ് ലാസ്റ്റ് ദ എഗ്സ് ഹാച്ച്ഡ് ആൻഡ്. അപ്പോൾ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ആൻസർ വരുന്നത് 2 eggs. വാട്ട് വാസ് ഇൻ ദ നെസ്റ്റ്? 2 eggs ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൻസർ വരുന്നത് എ ആണ്. ഏതാണ്? വാച്ച്ഡ് ഹെർ എഗ്സ് ആണ്. മൂന്നാമത്തെ ആൻസർ വരുന്നത് സി ആണ്. സീൻ്റെ ആൻസർ അല്ലേ. ഫൈൻഡ് ദ വേർഡ് ഏതാണ്? ഷെൽട്ടർ ഫോർ ദ ബേർഡ്സ്. ഏതാ വരുന്നത്? നെസ്റ്റ്. ഷെൽട്ടർ ഫോർ ദ ബേർഡ്സ് നെസ്റ്റ് ആണ്. ഷീ ഓൾവേസ് സാറ്റ് ഓൺ ദ എഗ്സ് ആൻഡ് ഡി വരുന്നത് എ ആണ് ആൻസർ. കെപ്റ്റ് ദ എഗ്സ് സേഫ് അല്ലേ. അടുത്ത് നോക്കൂ. അറ്റ് ലാസ്റ്റ് ദ എഗ്സ് ഹാച്ച്ഡ് ആൻഡ് 2 teeny birds came out അല്ലേ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് സ്വീക്വൻസ് ദ ഇവൻറ്റ്സ് ആണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെയുള്ള ചോദ്യങ്ങൾ അതാ വന്നിക്കുക. റെഡി. നോക്കൂ, അപ്പോൾ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് അത് സ്വീക്വൻസ് ദ ഇവൻറ്റ്സ് ആണ്. ഇതേ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. റെഡി. അപ്പോൾ ഒന്നാമതായിട്ട് ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. The headmaster invited Kavita's parents to the stage. Kavita's eyes brightened and gratitude. അടുത്തത് Sasha and Naveen moved towards the stage. Anupama teacher came forward and hugged Kavita. അല്ലേ. അപ്പോൾ അതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോരോ സ്വീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതുന്നു. റെഡി. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നു. പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. കവിത lived in the tent. Kavita's mother cooked food under the tree. Kavita helped her mother. Anupama teacher wished Kavita look at the picture. അല്ലേ. അപ്പോൾ ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാണ്. Kavita lives in a tent. Her mother is cooking food under a tree. Kavita is helping her mother. Anupama teacher is visiting Kavita. There is a baby sleeping in a cradle under the tree. A dog and cat are also near the tent. There are trees, plants and birds around them. It is a beautiful and peaceful picture. എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് കോൺവെർസേഷൻ ആണ്. നമുക്കറിയാം. ലുക്ക് അറ്റ് ദ പിക്ചർ. പ്രിൻസസ് ജൂലിയ വാസ് ടോക്കിംഗ് ടു ദ ഗോൾഡ് ഫിഷ് അറ്റ് ദ ടൈം ഓഫ് ദ
birthday party. Write the possible conversation between them. അപ്പോൾ പോസിബിൾ കോൺവെർസേഷൻ എഴുതി കൊടുക്കാനാണ്. ഗോൾഡ് ടു ഫിഷ്, ഹൈ പ്രിൻസസ് യു ലുക്ക് പ്രട്ടി. അപ്പം പ്രിൻസസ് ഓ, ഗോൾഡ് ഫിഷ് പറയാണ് ഓ എന്ന് പറഞ്ഞിട്ട് പറയാം, താങ്ക് യു പറയാം അല്ലേ. ഗോൾഡ് ഫിഷർ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പ്രിൻസസ്, what is there in the gift box? It is beautiful birthday gift അല്ലേ. will all your friends എന്തോന്ന് പറയുന്നുണ്ട്, will come എന്നായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഗോൾഡ് ഫിഷ്, യെസ് ഓൾ അവർ ഫ്രണ്ട്സ് വിൽ കം. യെസ്, അപ്പോൾ ഇതാണ് റെഡി. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ്, സോൾവ് ദ പസിലാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വി ഗോ ടു ദ ഡേസ് ടു കൺസൾട്ട് ദ ഡോക്ടർ. അപ്പോൾ അത് 1 ഡൗൺ ആണ്, താഴോട്ടേക്ക് 1 എടുപ്പോയി 1 കാണുന്നില്ല ഇതിൽ, 1 മിസ്സിങ് ആണെടാ. 1 ഡൗൺ ആണ്. 1 ആൻസർ വരുന്നത് ഹോസ്പിറ്റൽ. എച്ച് അവിടെ 1 അതാ മുകളിൽ തന്നെ ഹോസ്പിറ്റൽ. 2 കോമൺ ടേംസ് യൂസ്ഡ് ഫോർ ഫാദർ ആൻഡ് മദർ ടുഗദർ. ഇതിന് പറയുന്നത് എന്താ, രണ്ടാമത്തത് പാരൻസ് അല്ലേ. ഡ്രസ് ദാറ്റ് യു ആർ വിയർ ടു സ്കൂൾ, അതാണ് യൂണിഫോം. അടുത്തത് ടു മൂവ് ക്വിക്ക്ലി, ഒന്നാമത്തെ ആൻസറാണ്. അടുത്തത് എഴുതി കൊടുക്കാനാണ് അല്ലേ. ഹറി. ടു ലുക്ക് സീക്രറ്റ്ലി, അതിനെന്താ പീപ്പ്. ഇനി അടുത്തതോ പ്രസൻറ്റ് സംതിങ് ഫോർ എ അല്ലേ, അതെന്താ ഗിഫ്റ്റാണ് അല്ലെങ്കിൽ ഓക്കെ ഗിഫ്റ്റാണ്. റെഡി. അപ്പോൾ ആൻസർ വരുന്നത് ഇതാണ്, ഹോസ്പിറ്റൽ, പാരൻസ്, യൂണിഫോം, ഹറി, പീപ്പ്, ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് 5B, ഡിസൈൻ എ പോസ്റ്റർ. The goldfish wants to prepare a poster for the environmental day celebration in the sea palace. അപ്പോൾ പ്രകൃതി ദിനവും അല്ല പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് സീ പാലസിൽ. ഹെൽപ്പ് ഹിം ടു പ്രിപ്പയർ ദ പോസ്റ്റർ. പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കളറിലൊക്കെ തയ്യാറാക്കണം, അക്ഷരവലിപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കളറിൽ തയ്യാറാക്കണം, കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ സേവ് അവർ ഓഷ്യൻ, കീപ് ദ സീ ക്ലീൻ, സേ നോ ടു പ്ലാസ്റ്റിക്, സേവ് മറൈൻ ലൈഫ്, പ്രൊട്ടക്റ്റ് അവർ ഓഷ്യൻ ഫോർ ദ ഫ്യൂച്ചർ, ഹാപ്പി എൻവയോൺമെൻ്റൽ ഡേ. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും 2 വാക്കൊക്കെ ഉപയോഗിച്ചാൽ മതി, കുറേ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൊതുവേ പറയുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു എക്സാം. എല്ലാവരും നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു വെറുതെ ഒക്കെ മറന്നു വരണ്ട, എല്ലാത്തിനും ഉറുമ്പ് അടിക്കും. റെഡി, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അയച്ചു കൊടുക്ക്. ബൈ ബൈ, ടാറ്റ.